വേദന പമ്പ കടുക്കും. സത്യമായൊരു കാര്യമാണ്. കടുകെണ്ണ, അതുപോലെ തന്നെ വെളുത്തുള്ളി, നമ്മുടെ വീട്ടിലുള്ള കരയാമ്പു, അതുപോലെ തന്നെ കടയിൽ നിന്ന് നമ്മൾ കുറച്ച് വേണമെങ്കിൽ ആകെ മേടിക്കുന്ന പച്ചക്കർപ്പൂരം, ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേദന പമ്പ കടുക്കും എന്ന് പറയും. നല്ല നമ്മുടെ സുഹൃത്താണ് ഇത് സജസ്റ്റ് ചെയ്തത്. അതായത് ഞാൻ ഈ കളിക്കാൻ പോകുന്നുണ്ട്, കാലിന് ചെറിയ പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ മൂവ് കടിച്ചാണ് നിർത്തുന്നത്. അപ്പോൾ പെയിൻ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നോക്കാൻ പോയപ്പോഴാണ് അവനോട് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. വർക്കൗട്ട് ആയാൽ മാത്രമാണ് ഇതിൻ്റെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ അപ്പ് എടുത്തിരിക്കുന്ന ഒരു വീഡിയോയാണ്. അതിനുശേഷം നമുക്ക് വ്യക്തി വർക്കൗട്ട് ആണെങ്കിൽ നമുക്ക് ഫലം കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. കാരണം ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വൈദ്യം അവരെ കുറച്ചാകുന്നല്ല കേട്ടോ, അവരുടേതായ രീതിയിൽ വൈദ്യം പറഞ്ഞു തന്നതാണ്. അവരുടെ നാട്ടിൽ പണ്ടേ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ആ കടുകെണ്ണ ചട്ടിയിലേക്ക്, ഈ മൺചട്ടി നിർബന്ധമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചില അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് പെറ്റാനുള്ള ഒരു വകുപ്പിലാണ്. അതിലേക്ക് നമ്മൾ ആ ഉരിഞ്ഞ വെളുത്തുള്ളി ഇട്ടു. അതുപോലെ തന്നെ ആ കരയാമ്പു, ഒരു 10-20 പീസ് കരയാമ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പച്ച കർപ്പൂരം അതും ഇട്ടിട്ടു. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എങ്ങനെയാണ് മിക്സ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവൻ പറഞ്ഞു തന്നതുപോലെ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അവരാകുമ്പോൾ എന്തെങ്കിലും തമിഴ്നാട്ടിലെ ആൾ എന്തെങ്കിലുമൊക്കെ ഒരു വൈദ്യപരമായിട്ടുള്ള കാര്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സ്മെല്ല് എന്തൊക്കെയോ വരുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് ഒന്ന് ചൂടാവുക, നല്ലപോലെ ഒന്ന് ചൂടാക്കിയിടുക. എണ്ണ മൊത്തത്തിലൊന്ന് പിടിക്കരുത്. ചെയ്ത് കഴിഞ്ഞ് ഏകദേശം തിളയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വേർഷനിലേക്ക് വരും. അതായത് ആ വെളുത്തുള്ളി എല്ലാം മിക്സായി അത്യാവശ്യം തിളച്ച്. പിന്നീട് അതിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പുറത്തേക്ക് സാധനം വെച്ച് ചെയ്യാൻ, ഇത് പുറത്ത് വെച്ചാൽ കഴിഞ്ഞാൽ വീടിൻ്റെ അകം മൊത്തം സ്മെല്ലാണ്. ഒരു നമുക്കത് ദഹിക്കാത്തൊരു സ്മെല്ല്. അങ്ങനെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. കാരണം നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് 3-4 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ. ഇത് അപ്പം യൂസ് ചെയ്യണ ഒരു സെറ്റപ്പാണ് കേട്ടോ. അത്യാവശ്യത്തിന് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മളത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ കാലിൽ എവിടെയാണോ വേദന അവിടെ പെയിൻ ഉള്ളിടത്ത് പറ്റുന്നു. അങ്ങനെ നമ്മൾ ഇത്രയാണ് നമുക്കത് കിട്ടിയത്. നമ്മൾ അത്ര വെച്ചിട്ട് ഇത്രയാണ് കിട്ടിയത്. അതിന് ശേഷം ഞാൻ എൻ്റെ കാലിലേക്ക് പെയിൻ ഉള്ളിടത്തേക്ക് ജസ്റ്റ് ഒന്ന്, അത് ഞാൻ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളിത് ഇട്ടിട്ട് തിരുമാൻ നിൽക്കരുത്. വെറുതെ പെറ്റി കൊടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് പെറ്റി കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ അത് പെറ്റി കൊടുത്ത് ഇങ്ങനെ തിരുമ്മി ഇനി നേരെയാക്കാനും വളയ്ക്കാനും നിവർത്താനും നോക്കണ്ട. ആ പേനുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് പെറ്റി അങ്ങോട്ട് കൊടുക്കുക. ഏറ്റവും ബെറ്റർ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാകും. ഏകദേശം വർക്കൗട്ടാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ പെയിൻ വളരെ കുറവുണ്ട്. വളരെ കുറവെന്ന് പറഞ്ഞാൽ മാറി എന്ന് പറയും. ഇപ്പോൾ അത്യാവശ്യം പെയിനില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ആ പെയിൻ മാറിയതിന് ശേഷം യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം യൂസ് ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതിന് അത് സ്ഥിരമായി പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെയിൻ മാറി അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ ആയപ്പോൾ ഞാൻ ഇത് നിർത്തി. സാധനം വർക്കിംഗ് ആണെന്നാണ്. കാരണം 2 ദിവസം കൊണ്ട് അത്യാവശ്യം പെയിൻ ഇതുകൊണ്ട് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. 2 ദിവസത്തെ കൂടുതലൊന്നും പെയിൻ നിൽക്കില്ല, അത്യാവശ്യം യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ പ്രായമായവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. പെയിൻ ഉള്ളവർക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ ചിലവൊന്നുമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ മാക്സിമം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഞാനിത് ഇതിന് വേണ്ടിയല്ല, ഇതിന് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തു. ഒക്കെ ചെറിയ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ ഉള്ളത് കിട്ടും.